സദ്ഗുരേ ശരണം. എന്താ നിനക്ക് പറ്റിയത്? നിന്റെ ബിസിനസ് എങ്ങനെയൊക്കെ പോകുന്നു? അവരെന്താ ലേറ്റ് ആയത്? അന്ന് എന്ത് പറ്റി? അമ്മയ്ക്ക് എന്ത് പറ്റി? അമ്മ എന്താ ഹോസ്പിറ്റലൈസ്ഡ് ആക്കിയത്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വരുമ്പോൾ ഇതിനൊക്കെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ ഉത്തരം പറയാം? സൂര്യന്റെ കീഴിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അങ്ങനെ നമുക്ക് കിട്ടിയാലോ? അതായത് എന്ത് ചോദിച്ചാലും ഇംഗ്ലീഷിൽ അതിന് ഉത്തരം പറയാനുള്ള ഒരു ഗൈഡ്. അതാണ് നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ഹാൻഡ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പൊ അതിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഇന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് തരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ എൻ്റെ പിള്ളേരുടെ അടുത്തൊക്കെ ചോദിച്ചു ഇത് എങ്ങനെ ഉണ്ടാവും. അപ്പം അവർ പറഞ്ഞു ഇത് അമ്മ നല്ല ഉപയോഗമുള്ള കാര്യമാണ്. ഇതാണ് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അപ്പം എന്തായാലും ഗ്രാമറും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ അല്ലാതെ പഠിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, അതായത് എന്ത് ചോദിച്ചാലും നമുക്ക് ഉത്തരം പറയാൻ പറ്റിയ പോരെ ഇംഗ്ലീഷിൽ. അതിന് വേണ്ടിയിട്ട് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഒരു റെസ്പോൺസ് അനുസരിച്ച് ഞാൻ ഇതേപോലെയുള്ള ഒരുപാട് വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. കാരണം ആയിരക്കണക്കിന് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അപ്പം ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഈ വീഡിയോയിൽ ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉത്തരവും അത് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇത് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ട് നിങ്ങളിത് കാണാതെ പഠിക്കുക. ഓക്കെ, പഠിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അങ്ങനെ കുറച്ച് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ സംസാരിക്കുന്നത് പോലെ തന്നെ തോന്നും. പിന്നെ നമുക്ക് ആരും പ്രാക്ടീസ് ചെയ്യാനില്ലാത്ത ആ ബുദ്ധിമുട്ടും എല്ലാം മാറി നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ റൂമിൽ ഇരുന്നുകൊണ്ട് ഇംഗ്ലീഷ് പറഞ്ഞ് പഠിക്കാൻ പറ്റും. അപ്പോൾ തുടങ്ങിയാലോ? സോ യു ആർ റെഡി? ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. Welcome to English Guru's brand new episode. I am Ashalada Srijit. First question, സ്ക്രീനിൽ നിങ്ങൾ കണ്ടോളൂ. What happened to you? നിനക്ക് എന്താ പറ്റിയത്? Oh, nothing serious. അത്ര കാര്യമായിട്ടൊന്നുമില്ല. I just caught a bad cold last week. കഴിഞ്ഞ ആഴ്ച എനിക്ക് ഭയങ്കര ഒരു കോൾഡ് പിടിച്ചു. I think I overworked and didn't get enough rest. എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് അമിതമായിട്ട് ജോലി ചെയ്തു, റെസ്റ്റും കിട്ടിയില്ല. അതാണ് കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഐ തിങ്ക്. ഐ ഹാവ് ബീൻ ടേക്കിംഗ് സം മെഡിസിൻ ആൻഡ് സ്ലീപ്പിംഗ് വെൽ. ഞാൻ കുറച്ച് ദിവസമായിട്ട് മരുന്നെല്ലാം കഴിച്ച് നന്നായിട്ട് ഉറങ്ങുകയാണ്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഒരു റുട്ടീൻ ഇങ്ങനെയാണ് എന്നാണ് പറയുന്നത്. സോ ഐ ആം ഫീലിംഗ് മച്ച് ബെറ്റർ നൗ. അതുകൊണ്ട് എനിക്കിപ്പോൾ നല്ല ഭേദമായിട്ട് തോന്നുന്നു, നല്ല സുഖം തോന്നുന്നുണ്ട്. മച്ച് ബെറ്റർ, വളരെയധികം ഭേദമായിട്ട് എനിക്ക് ഇപ്പോൾ തോന്നുന്നു. അപ്പം ഇതൊരു ആൻസർ. ഇപ്പോൾ ഇങ്ങനെയും നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. എൻ്റെ കാലൊന്ന് ഉളുക്കി ജോഗ് ചെയ്തതിൻ്റെ ഇടയ്ക്ക് ഐ സ്പ്രെയിൻഡ് മൈ ആങ്കിൾ വൈൽ ജോഗിങ്. സ്പ്രെയിൻഡ് എന്ന് പറഞ്ഞാൽ സ്പ്രെയിൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉളുക്ക് വീഴില്ലേ, അതാണ് സ്പ്രെയിൻഡ്. ഐ സ്പ്രെയിൻഡ് മൈ ആങ്കിൾ വൈൽ ജോഗിങ്. ജോഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കാലും ഒന്ന് ഉളുക്കി. ഇറ്റ്സ് പെയിൻഫുൾ ബട്ട് ഗെറ്റിംഗ് ബെറ്റർ. അത് ഭയങ്കര വേദനയുണ്ട്, പക്ഷെ എന്തായാലും ഭേദമായിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് പെയിൻഫുൾ, വളരെ വേദനയുണ്ട്, ബട്ട് ഗെറ്റിംഗ് ബെറ്റർ, നന്നായി മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പറയാം. ഐ വാസ് ഡൗൺ വിത്ത് എ ഫീവർ ഫോർ എ ഫ്യൂ ഡേയ്സ്. കുറച്ച് ദിവസമായിട്ട് ഞാൻ പനിയായിട്ട് കിടപ്പിലായിരുന്നു. ഇപ്പൊ പനിയായിട്ട് കിടപ്പിലായിരുന്നു എന്ന് എങ്ങനെ പറയണം എന്ന് അറിയാതെ, ഇംഗ്ലീഷിൽ എങ്ങനെ പറയണം എന്ന് അറിയാതെ നമ്മൾ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അവരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഇത് നിങ്ങൾക്ക് വളരെ ഉപയോഗപ്പെട്ടു ഈ ഒരു സെന്റൻസ് എങ്കിൽ. കാരണം നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഐ വാസ് ഡൗൺ വിത്ത് ഫീവർ ഫോർ എ ഫ്യൂ ഡേയ്സ് ബട്ട് ഐ ആം ഫൈൻ നൗ. ഇപ്പൊ പക്ഷെ കുഴപ്പമില്ല, സുഖമായി. ബട്ട് ഐ ആം ഫൈൻ നൗ. അപ്പോൾ നേരത്തെ പനിയായിട്ട് കിടപ്പിലായിരുന്നു, പക്ഷെ ഇപ്പോൾ ഐ ആം ഫൈൻ നൗ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അവരെന്താ വൈകിയത് എന്ന് ചിലപ്പോൾ നമ്മളെടുത്ത് ആരെങ്കിലും ഇംഗ്ലീഷിൽ ചോദിക്കാന്ന് വിചാരിക്കാം. വൈ വേർ ദേ ലേറ്റ്? അപ്പൊ നമ്മൾ എന്തുത്തരം പറയും? നമുക്ക് പറയാം ഭയങ്കര ട്രാഫിക് ആയിരുന്നു, മഴയത്ത് അവർ പെട്ടുപോയി, അങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്ക് പറയേണ്ടി വരൂലേ. അപ്പൊ നോക്കിക്കോളൂ. ദേ ഗോട്ട് സ്റ്റക്ക് ഇൻ ഹെവി ട്രാഫിക് ഓൺ ദി ഹൈവേ. ഹൈവേയിൽ ഭയങ്കര കനത്ത ട്രാഫിക്കിൽ അവർ പെട്ടുപോയി. ദേ ഗോട്ട് സ്റ്റക്ക്. അപ്പൊ ഇതൊക്കെ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ദേ ഗോട്ട് സ്റ്റക്ക് ഇൻ ഹെവി ട്രാഫിക് ഓൺ ദി ഹൈവേ. There was also a slight drizzle. ചെറിയതായിട്ട് മഴയുണ്ടായിരുന്നു, ചാറ്റൽ മഴ. അതിനാണ് ഡ്രിസ്ലിംഗ് എന്ന് പറയുന്നത്. ഡ്രിസിൽ എന്ന് പറഞ്ഞാൽ മഴ ചാറുന്നതിനാണ്. അപ്പൊ there was also a slight drizzle. ചെറിയൊരു ഡ്രിസിലും ഉണ്ടായിരുന്നു. So the roads were slippery. അതുകൊണ്ട് തന്നെ റോഡ് ഭയങ്കര ഈ തെന്നലുണ്ടായിരുന്നു, സ്ലിപ്പറി ആയിരുന്നു. മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് റോഡ് ഭയങ്കര തെന്നുന്നുണ്ടായിരുന്നു. Besides, one of them forgot an important file and had to go back home to get it. കൂടാതെ, ബിസൈഡ്സ് പറഞ്ഞാൽ കൂടാതെ എന്നാണ്.
വൺ ഓഫ് ദം, അതിൽ ഒരാൾ ഒരു ഇമ്പോർട്ടൻറ്റ് ഫയൽ മറന്നു വെച്ചു ആൻഡ് ഹാഡ് ടു ഗോ ബാക്ക് ഹോം ടു ഗെറ്റ് ഇറ്റ്. ഹാഡ് ടു ഗോ ബാക്ക് എന്ന് പറഞ്ഞാൽ വീണ്ടും പോകേണ്ടി വന്നു എന്ന്, അത് എടുക്കാൻ, ടു ഗെറ്റ് ഇറ്റ്. ഇനി അടുത്തത്, ഹൗ ഇസ് യുവർ ബിസിനസ് ഗോയിങ് ഓൺ? നിങ്ങളുടെ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു എന്ന് നമ്മളോട് ഒരാൾ ഇംഗ്ലീഷിൽ ചോദിച്ചു. അപ്പൊ എന്ത് പറയും? അപ്പൊ നമ്മൾ പറയും, ആ നന്നായിട്ട് പോകുന്നു, കഴിഞ്ഞ കുറച്ച് മാസങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ കുറച്ച് ഭേദമാണ് എന്നൊക്കെ നമുക്ക് പറയണം. അപ്പൊ നോക്കിയോ, ഇറ്റ്സ് ഗോയിങ് ക്വൈറ്റ് വെൽ, അതിപ്പോ നന്നായിട്ട് പോകുന്നു. ആക്ച്വലി സെയിൽസ് ഹാവ് ഇംപ്രൂവ്ഡ് കമ്പയർഡ് ടു ലാസ്റ്റ് ക്വാർട്ടർ. കഴിഞ്ഞ 3-4 മാസങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ സെയിൽസ് നന്നായിട്ട് ഭേദമായിട്ടുണ്ട്, ബെറ്റർ ആയിട്ടുണ്ട്, കൂടിയിട്ടുണ്ട്. We have also launched a few new products that are getting good feedback from customers. We have also launched few new products. കുറച്ച് പുതിയ പ്രോഡക്ട്സും ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട്, ലോഞ്ച് ചെയ്തിട്ടുണ്ട്. That are getting good feedback from customers. കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നല്ല ഫീഡ്ബാക്ക് കിട്ടുന്ന കുറച്ച് പുതിയ പ്രോഡക്ട്സും ഞങ്ങൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് എന്നാണ് അർത്ഥം. There is still a lot of competition, but we are slowly building a loyal base. There is still a lot of competition. ഇപ്പോഴും നല്ല കോമ്പറ്റീഷൻ ഉണ്ട് ഇപ്പോഴും. But we are slowly building a loyal base. പക്ഷെ നമ്മളോട് വിശ്വസ്തരായ ഒരു കൂട്ടം ആൾക്കാരെ ഞങ്ങൾ പതുക്കെ നമ്മുടെ ഒരു കസ്റ്റമർ ബേസ് ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളിൽ വിശ്വാസം അർപ്പിക്കുന്ന ഒരു ബേസ്, ആ ഒരു കസ്റ്റമേഴ്സിന്റെ ഒരു ബേസ് ഞങ്ങൾ പതുക്കെ പടുത്തുയർത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇതാണ് ബിസിനസിനെ കുറിച്ച് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന ജനറൽ ആയിട്ടുള്ള ഉത്തരങ്ങൾ. ഇനിയിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായെന്ന് വിചാരിക്കും. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, നീ എങ്ങനെ ആ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തു? ഹൗ ഡിഡ് യു മാനേജ് ദ ഇഷ്യൂ? അപ്പൊ എന്ത് പറയും? ഓ, അത് എളുപ്പമൊന്നും അല്ലായിരുന്നു, പിന്നെ ഞങ്ങൾ കുറച്ച് അത് ശരിയാക്കി എടുത്തു, ഇങ്ങനെയൊക്കെ നമുക്ക് പറയണ്ടേ. ഇറ്റ് വാസന്റ് ഈസി, അത് ഈസി ആയിരുന്നില്ല. ബട്ട് വി ഹാൻഡിൽഡ് ഇറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. പക്ഷെ ഞങ്ങളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, പതുക്കെ ചെറിയ രീതിയിൽ ഞങ്ങളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പടിപടിയായിട്ട് ഞങ്ങളത് ഹാൻഡിൽഡ് ഇറ്റ്. ഫസ്റ്റ് വി ഐഡന്റിഫൈഡ് വേർ ദ മിസ്റ്റേക്ക് ഹാപ്പൻഡ്. ആദ്യം ഞങ്ങൾ എവിടെയാണ് ഈ തെറ്റ് പറ്റിയതെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചു, ഐഡന്റിഫൈ ചെയ്തു. ദെൻ സ്പോക്ക് ടു എവ്രി വൺ ഇൻവോൾവ്. അതിനുശേഷം അതിൽ ഉൾപ്പെട്ട എല്ലാവരോടും ഞങ്ങൾ സംസാരിച്ചു. സ്പോക്ക് ടു എവ്രി വൺ. ഇൻവോൾവ് എന്ന് പറഞ്ഞാൽ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്ന എല്ലാവരോടും സംസാരിച്ചു. ഇൻവോൾവ്ഡ്, ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഫൈനലി കെയിം അപ്പ് വിത്ത് എ പ്ലാൻ ടു ഫിക്സ് ഇറ്റ് എന്ന് പറഞ്ഞാൽ അത് ഫിക്സ് ചെയ്യുക. എന്തെങ്കിലും കാര്യങ്ങൾ ഫിക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നങ്ങളാണെങ്കിൽ അത് പരിഹരിക്കുന്നതിനും ഫിക്സ് ചെയ്യുക എന്ന് പറയും കേട്ടോ. അല്ലാതെ നമ്മളിപ്പോൾ ഏതെങ്കിലും ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒക്കെ ഫിക്സ് ചെയ്യുന്നതിനും ഫിക്സ് ചെയ്യുക എന്ന് പറയും. അല്ലാതെ നമ്മൾ ചില ഇഷ്യൂസ് ഒക്കെ നമ്മൾ സോൾവ് ചെയ്യുന്നതിനും നമുക്കത് ഫിക്സ് ചെയ്തു എന്ന് പറയാം. ഗുഡ് ടീം വർക്ക് റിയലി ഹെൽപ്ഡ്. നല്ലൊരു ടീം വർക്കാണ് ശരിക്കും സഹായിച്ചത്. ഇനി അടുത്തത്, വാട്ട് ഹാപ്പൻ ടു യുവർ മോം? വൈ വാസ് ഷീ ഹോസ്പിറ്റലൈസ്ഡ്? അമ്മയ്ക്ക് എന്താ പറ്റിയത്? എന്തിനാ അമ്മയെ ഹോസ്പിറ്റൽ ആക്കിയത്? ഷീ ഹാഡ് എ മൈനർ ഹെൽത്ത് ഇഷ്യൂ. അമ്മയ്ക്ക് ഒരു ചെറിയ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായി. ഹർ ബ്ലഡ് പ്രഷർ ഷോട്ട് അപ്പ് സഡൻലി. അമ്മയുടെ ബ്ലഡ് പ്രഷർ പെട്ടെന്ന് കുതിച്ചുയർന്നു. ഷോട്ട് അപ്പ്, പ്രഷർ കൂടുന്നതിനാണ് ഷോട്ട് അപ്പ് എന്ന് പറയുന്നത്. വി ടുക്ക് ഹർ ടു ദ ഹോസ്പിറ്റൽ ഫോർ ഒബ്സർവേഷൻ. അപ്പൊ ഞങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി അമ്മയെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഇപ്പൊ നിരീക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ എവിടെ കൊണ്ടുപോയി? ഞങ്ങൾ അമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ദ ഡോക്ടേഴ്സ് റാൻ സം ടെസ്റ്റ്. ഇതൊക്കെ നോക്കി വെച്ചോളൂ കേട്ടോ. റാൻ സം ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ടെസ്റ്റുകൾ നടത്തി എന്നാണ് അർത്ഥം. റാൻ സം ടെസ്റ്റ്, അതായത് ഓടി എന്നല്ല, അവിടെ ടെസ്റ്റുകൾ നടത്തി എന്നാണ്. അഡ്ജസ്റ്റ് ഹർ മെഡിക്കേഷൻ. മരുന്നുകളിലൊക്കെ ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ വരുത്തി. മെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ, മരുന്നുകൊണ്ടുള്ള ട്രീറ്റ്മെന്റിൽ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വരുത്തിയെന്ന്. ആൻഡ് നൗ ഷീ ഈസ് ഡൂയിങ് മച്ച് ബെറ്റർ. ഇപ്പോൾ നല്ല ഭേദമായിട്ടുണ്ട്. ഷീ ഈസ് ഡൂയിങ് മച്ച് ബെറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നല്ല സുഖമായി. താങ്ക് ഗോഡ് ഇറ്റ് വാസൻ സീരിയസ്. ദൈവത്തിന് നന്ദി, അത് വലിയ സീരിയസ് അല്ലായിരുന്നു. ഇറ്റ് വാസൻ സീരിയസ്. ഹൗ വാസ് ദ ചെക്കപ്പ്? ചെക്കപ്പ് എങ്ങനെയായിരുന്നു? അതൊക്കെ നല്ല സുഖമായിട്ട് പോയി. ഡോക്ടർ വളരെ നല്ല മനുഷ്യനായിരുന്നു, വളരെ കൈൻഡാണ്. അദ്ദേഹം എല്ലാം നമുക്ക് വിശദീകരിച്ച് തന്നു എന്നൊക്കെ നമുക്ക് പറയണ്ടേ. ഇറ്റ് വെന്റ് സ്മൂത്ത്ലി. അതെല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് നടന്നു. അവിടെ വെന്റ് എന്ന് പറഞ്ഞാൽ പോയി എന്നല്ല, ഈ കാര്യങ്ങൾ ഭംഗിയായി നടന്നു എന്ന് പറയാനുള്ള ഒരു യൂസേജ് ആണ്. ഇറ്റ് വെന്റ് സ്മൂത്ത്ലി. ദ ഡോക്ടർ വാസ് വെരി കൈൻഡ്. ഡോക്ടർ വളരെ കൈൻഡ്, നല്ല ദയവുള്ളൊരു മനുഷ്യനായിരുന്നു. ആൻഡ് എക്സ്പ്ലെയിൻഡ് എവറിത്തിങ് ക്ലിയർലി. എല്ലാം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് വിശദീകരിച്ച് തന്നു. ഓൾ ദ റിപ്പോർട്ട്സ് കെയിം ബാക്ക് നോർമൽ. എല്ലാ റിപ്പോർട്ട്സും നല്ല നോർമൽ എന്നുള്ള രീതിയിലാണ് നമുക്ക് കിട്ടിയത്. ഓൾ ദ റിപ്പോർട്ട്സ് കെയിം ബാക്ക് നോർമൽ. ആൻഡ് ഹി ജസ്റ്റ് അഡ്വൈസ്ഡ് റെഗുലർ എക്സസൈസ് ആൻഡ് എ ബാലൻസ്ഡ് ഡയറ്റ്. പിന്നെ അദ്ദേഹം ഇത് മാത്രമാണ് ഉപദേശിച്ചത്, റെഗുലർ എക്സസൈസും വേണം, നല്ല ബാലൻസ്ഡ് ഡയറ്റും.
അത് മാത്രമാണ് ഡോക്ടർ പിന്നെ പ്രത്യേകിച്ച് ഉപദേശിച്ചത്, അല്ലെങ്കിൽ അതാണ് അദ്ദേഹം അഡ്വൈസ് ചെയ്തത്, ചെയ്യാൻ നിർദ്ദേശിച്ചത് എന്ന് പറയാം. ഇനിയിപ്പോൾ ചിലർ ചോദിക്കും, വാട്ട് ഡിഡ് ദ ഡോക്ടർ സേ? എന്താ ഡോക്ടർ പറഞ്ഞത്? ദ ഡോക്ടർ സെഡ് ദർ ഇസ് നത്തിങ് ടു വറി അബൌട്ട്. ഡോക്ടർ പറഞ്ഞു ഒന്നും പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ഹി സജസ്റ്റഡ് കണ്ടിന്യൂയിങ് ദ മെഡിസിൻസ് ഫോർ അനദർ വീക്ക്. അദ്ദേഹം പറഞ്ഞു ഒരാഴ്ച കൂടി ഈ മരുന്നുകൾ കണ്ടിന്യൂ ചെയ്യാൻ അദ്ദേഹം പറഞ്ഞു. ആൻഡ് ടു കം ബാക്ക് ഫോർ എ ഫോളോ അപ്പ് വിസിറ്റ് നെക്സ്റ്റ് മന്ത്. അടുത്ത മാസം ഇതിൻ്റെ ഒരു ഫോളോ അപ്പിന് വേണ്ടി വീണ്ടും ഡോക്ടറെ വന്ന് കാണണം എന്നും അദ്ദേഹം പറഞ്ഞു. ആൻഡ് കം ബാക്ക് ഫോർ എ ഫോളോ അപ്പ് നെക്സ്റ്റ് മന്ത്. ഇതിൻ്റെ പിന്നെ എന്ത് ചെയ്യണം, ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഇനി എന്ത് ചെയ്യണം എന്ന് അറിയാൻ വേണ്ടി അടുത്ത മാസം വീണ്ടും വരാൻ പറഞ്ഞിട്ടുണ്ട്. ഹി ഓൾസോ എംഫസൈസ്ഡ് ഡ്രിങ്കിങ് മോർ വാട്ടർ ആൻഡ് അവോയ്ഡിങ് സ്ട്രെസ്. പിന്നെ അദ്ദേഹം ഒരു കാര്യം എടുത്തു പറഞ്ഞു, എംഫസൈസ് ചെയ്തു എന്ന് വെച്ചാൽ എന്താ, എടുത്ത് ഊന്നി പറഞ്ഞു. എന്താണ്? ഡ്രിങ്കിങ് മോർ വാട്ടർ, കൂടുതൽ വെള്ളം കുടിക്കണം എന്ന കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞു. മാത്രമല്ല സ്ട്രെസ് ഇല്ലാതിരിക്കണം, സ്ട്രെസ് അവോയ്ഡ് ചെയ്യണം, ടെൻഷൻ അടിക്കാതെ സമാധാനമായിട്ടിരിക്കണം, സ്ട്രെസ് പാടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. സോ ഹി ഓൾസോ എംഫസൈസ്ഡ് ഡ്രിങ്കിങ് മോർ വാട്ടർ ആൻഡ് അവോയ്ഡിങ് സ്ട്രെസ്. അദ്ദേഹം കൂടുതൽ വെള്ളം കുടിക്കുന്ന കാര്യവും സ്ട്രെസ് അവോയ്ഡ് ചെയ്യുന്ന കാര്യവും എടുത്തു പറഞ്ഞു. എംഫസൈസ്ഡ്, എടുത്തു പറയുക. അപ്പോൾ ഇന്നത്തെ ഈ 7 ക്വസ്റ്റ്യൻസും ഇതിന്റെ ആൻസേഴ്സും നിങ്ങൾ നല്ല തറോ ആയിട്ട് പഠിക്കുക, പഠിച്ച് നടക്കുക. ഓക്കെ. പിന്നെ ഇതുപോലെയുള്ള വീഡിയോസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കണം. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ, നിങ്ങൾ ഇംഗ്ലീഷ് ഫ്ലുവൻസി പെട്ടെന്ന് തന്നെ അത് ഇംപ്രൂവ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷ് ഗുരുവിൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിനും ഇംഗ്ലീഷ് ഗ്രാമർ കോഴ്സിനും ചേരാൻ ഈ നമ്പറിൽ വിളിക്കുക. കുട്ടികൾക്ക് കോമ്പറ്റീഷൻസ്, ലിറ്റററി ഇവൻറ്റ്സ് കോമ്പറ്റീഷന് വേണ്ടിയിട്ട് പോയം റെസിറ്റേഷൻ, എലക്യൂഷൻ, ആങ്കറിങ്, പിന്നെ കൊച്ചുകുട്ടികൾക്ക് സ്റ്റോറി ടെല്ലിംഗ് കോമ്പറ്റീഷൻ, പിന്നെ വലിയവർക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ട് 1-on-1 ഇംഗ്ലീഷ് പ്രാക്ടീസ്, അങ്ങനെയുള്ള പല രീതിയിലുള്ള കോഴ്സുകൾ നമ്മുടെ ഇംഗ്ലീഷ് ഗുരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ലാംഗ്വേജ് ലേണിംഗ് ആൻഡ് ലിറ്റററി ഇവൻറ്റ്സ് കോച്ചിങ് സെൻറ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ കോച്ചിങ് ആണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അതിൽ ജോയിൻ ചെയ്യാം. പിന്നെ സയൻസ് ട്യൂഷനുണ്ട്. അപ്പോൾ അത് വേണ്ടവർ ഈ നമ്പറിൽ വിളിക്കാം. Okay, so see you in the next video. Until then, you take care. Sadguru Esha.